ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര ന്യൂസിലേക്ക് സ്വാഗതം. കൊടകര മറ്റത്തൂർകുന്ന് കടശപുരം മഹാദേവ ക്ഷേത്രം. തൃശ്ശൂർ ജില്ലയിൽ കൊടകര മറ്റത്തൂർകുന്ന് ദേശത്ത് പ്രസിദ്ധമായ കടശപുരം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാദേവനോടൊപ്പം പാർവതീദേവിയും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന വിശ്വാസികൾക്ക് അനുഗ്രഹവും ജീവിത ഐശ്വര്യവും നൽകിയിടുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമാണ് പാർവതീദേവിയുടെ ക്ഷേത്രനട തുറക്കുന്നത്. നട തുറപ്പ് മഹോത്സവത്തിന് അനേകായിരം ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിന് ഇവിടെ എത്തിച്ചേരുന്നു. പൂർണ്ണ വൃത്താകൃതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. കന്നിമാസത്തിലെ ആയില്യം നാളിൽ നാഗദൈവങ്ങളുടെ അനുഗ്രഹ പ്രീതിക്കും അറിഞ്ഞോ അറിയാതെയോ നാഗദോഷം വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സന്തതി പരമ്പരകൾക്ക് മുക്തി ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി ഭക്തർ പ്രാർത്ഥനാപൂർവം പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. സന്താന സൗഭാഗ്യത്തിന് തൊട്ടിൽ കെട്ടാനും ഭക്തർ ഈ ക്ഷേത്രത്തിൽ വന്നു ചേരാറുണ്ട്. ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്തുമനക്കൽ മാധവൻ നമ്പൂതിരി, മേൽശാന്തി കൈമുക്കുമനക്കൽ പരമേശ്വരൻ നമ്പൂതിരി എന്നിവരും ക്ഷേത്ര സംരക്ഷണവും ക്ഷേത്ര ഭരണകാര്യങ്ങളും ക്ഷേത്രം പ്രസിഡന്റ് കിഴക്കനിയാടത്ത് മനക്കൽ ജീവൻ നമ്പൂതിരിയും 11 അംഗ കമ്മിറ്റിയും നിർവഹിക്കുന്നു. ഞാൻ ഇടയ്ക്ക് മിക്കപ്പോഴും വരാറുള്ളതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞാൽ എല്ലാതും സാധിച്ചു തരാറൊക്കെ ഉണ്ട്. കടശപുരം മഹാദേവ ക്ഷേത്രത്തിൽ ഞാനിവിടെ മിക്കവാറും വന്ന് തൊഴാറുള്ള ക്ഷേത്രമാണ്. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് നട തുറക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസവും തന്നെ എനിക്കിവിടെ നിന്ന് തൊഴാൻ പറ്റാണെങ്കിൽ ഞാൻ 2 നേരം വന്ന് തൊഴും. ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നമുക്കതുകൊണ്ട് എന്താ പറയുക, എല്ലാവിധ ഐശ്വര്യങ്ങളും കടശപുരത്തപ്പൻ്റെ നമുക്കുണ്ട്. പിന്നെ സർപ്പബലിക്ക് നമ്മൾ ആയില്യത്തിൽ, കന്നിമാസത്തിലെ ആയില്യത്തിൽ ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് എനിക്ക് മുടങ്ങാണ്ട് വന്ന് തൊഴാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും വന്ന് രാവിലെ വന്ന് തൊഴാൻ നോക്കും. ആ തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിച്ചറിയണം. അപ്പോൾ കടശപുരത്തെ അപ്പൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട്. നാഗത്താമാരുടെ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും പറ്റണ ആൾക്കാർ ഇവിടെ വന്ന് തൊഴുത് ഭഗവാന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും കടാക്ഷങ്ങളും ആയുരാരോഗ്യ സൗഖ്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ കുട്ടികളില്ലാത്തവരിവിടെ വന്ന് തൊട്ടിൽ കെട്ടി ഉള്ളൊരിത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വന്ന് ചെയ്യാറുണ്ട്. അത് പലർക്കും അതുകൊണ്ട് അനുഭവമുണ്ട്. എനിക്കും എൻ്റെ പല കാര്യങ്ങളും നടന്നിട്ട് നമ്മൾ വല്ലാണ്ട് ആഗ്രഹിക്കാറില്ല, പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. പട്ടുംതാലിയും വയ്ക്കൽ, പിന്നെ ചന്ദ്രക്കല വയ്ക്കൽ, ഇതൊക്കെ ഞാൻ ധനുമാസത്തിൽ വന്ന് ചെയ്യാറുണ്ട്. അപ്പോൾ കടശപുരത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് പറ്റാവുന്ന ദിവസങ്ങളിൽ ഞാൻ നാമം ചെല്ലുമ്പോഴും എന്താ പറയുക, നമ്മൾ കടശപുരത്തപ്പൻ്റെ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്. അപ്പോൾ കടശപുരത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ കടശപുരത്തപ്പനെ കുറിച്ച് അറിഞ്ഞ് നാനാഭാഗത്തു നിന്നും, നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് ഈ ക്ഷേത്രം നല്ല ഉന്നതിയിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓം നമശിവായ. മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രം വളരെ അതിപുരാതനവും പഴക്കമേറിയ ക്ഷേത്രമാണ്. വളരെ ചെറിയ ക്ഷേത്രമായിരുന്ന ഈ കടശപുരം മഹാദേവ ക്ഷേത്രം നാട്ടുകാരുടെയും ഇവിടുത്തെ ഭക്തജനങ്ങളെയും ക്ഷേത്രം ട്രസ്റ്റിയുടെയൊക്കെ പരിപൂർണമായ സഹകരണത്തോടെ വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പ്രധാനമായി നടക്കുന്ന ഉത്സവങ്ങൾ തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര ദിവസങ്ങളിൽ 12 ദിവസമുള്ള നടതുറപ്പ് മഹോത്സവമാണ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ നടതുറപ്പ് ഉത്സവത്തിനായിട്ട് ഇവിടെ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാറുള്ളത്. വളരെ പ്രമുഖരായ പല കലാകാരന്മാരും ഇതിനു മുമ്പ് ക്ഷേത്ര ദർശനം നടത്തി അവർക്ക് അതിൻ്റേതായ ഫലം സിദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പലപ്പോഴും തുടർച്ചയായി അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവാഹം നടക്കുന്നതിനും സന്താനലബ്ധിക്കുമായിട്ട് പ്രത്യേക വഴിപാടുകളാണ് ഇവിടെ നടത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം ഏപ്രിൽ മാസത്തിലാണ്. അതിലും ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുക്കുകയും ക്ഷേത്രോത്സവത്തിൽ പങ്കാളികളാവുകയും ചെയ്യാറുണ്ട്. സമീപത്തുള്ള ഭക്തജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയ്ക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനമായ ചിട്ടകളെല്ലാം വളരെ കൃത്യമായി നടക്കുന്നത് ക്ഷേത്രം മേശാന്തിയായ കൈമുക്ക് വൈദികൻ ശ്രീ പരമേശ്വരൻ തിരുമേനിയുടെ നേതൃത്വത്തിലാണ്. ഇവിടെയുള്ള പ്രത്യേകതകൾ
പറയുകയാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ഒരു ദിവസത്തിൽ ഒരു ഹോമം മാത്രമേ ഇവിടെ സാധാരണ നടത്തുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഹോമം ഒരു ദിവസം നടത്തില്ല. അങ്ങനെ എല്ലാ ഹോമങ്ങൾക്കും പാരമ്പര്യ വിധി പ്രകാരവും ചിട്ടപ്രകാരമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരം വഴിപാടുകൾ നടത്താനായി ഭക്തജനങ്ങൾ ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട്. ക്ഷേത്രം ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് ക്ഷേത്ര ഭരണസമിതിയും ഇവിടുത്തെ ജനങ്ങളും. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ നിസ്വാർത്ഥമായ സേവനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും നിദാനമായിട്ടുള്ളത്. നടതുറപ്പ് കാലഘട്ടങ്ങളിൽ ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിൽ നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്ന് വേണ്ട കുട്ടികളടക്കം വന്ന് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പരിപൂർണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഞങ്ങളുടെയൊക്കെയുള്ള എല്ലാവരുടെയുമുള്ള ഈ നാട്ടുകാരുടെയും എല്ലാവരുടെയുമുള്ള കഠിന പ്രയത്നത്തിന് ഫലം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളായി ഭക്തജനങ്ങൾ. ക്ഷേത്ര ന്യൂസ് തൃശ്ശൂർ. ക്ഷേത്ര വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.